പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നെവിടെ നോക്കിയാലും ബിസിനസ്സാണ്, പൈസ ഉണ്ടാക്കണം. ഏറെ വചനപ്രഘോഷകരുടെയും മനസ്സിലും ഉണ്ടേ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതും വചനം പ്രഘോഷിക്കുന്നതും ആ പണ ഉദ്ദേശത്തോടെ. അത് നല്ലതല്ല മക്കളെ. ഞാനിവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ, ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് കർത്താവിന്റെ ഒരു വചനമാണ്. 2 കൊരിന്ത്യർ 2:17 ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവവചനം പരിശുദ്ധമായിട്ട് മനുഷ്യ ഹൃദയങ്ങളിൽ രക്ഷയ്ക്കായിട്ട് വിതയ്ക്കേണ്ട ആണ്. വചനം വിത്താണ്. അവിടെ മായം ചേർക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പണത്തിന്റെ ഉദ്ദേശം കാണരുത്. ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ മോണിറ്ററൈസേഷൻ, അതായത് പണമുണ്ടാക്കൽ ആണ്. ഞാൻ പറയുന്നത്, എനിക്കറിയാം, വചനം പ്രഘോഷിച്ചും ചിലപ്പോൾ സ്തോത്രക്കാഴ്ചയുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി എടുക്കുന്നതും അത് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അതിൽ നിന്നൊരു പങ്ക് മാറ്റിവെക്കുന്നതും, അങ്ങനെ വീടുണ്ടാക്കുന്നതും കാറ് മേടിക്കുന്നതും അല്ലെങ്കിൽ തോട്ടം മേടിക്കുന്നതും ബിസിനസ് നടത്തുന്നതും പഞ്ചനക്ഷത്ര ഹോട്ടൽ നടത്തുന്നതും ഒക്കെ എനിക്കറിയാം. ഞാൻ ഒരു കാര്യത്തെ പറ്റി മാത്രം ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അടുത്ത ഒരു നാളില് എന്റെ തന്നെ ഒരു വീഡിയോ കാണുകയായിരുന്നു. അത് ആരംഭിക്കുന്നത് യോഗയുടെ ഒരു പരിചയത്തോടെയാണ്. ഞാൻ ഉടനെ നിർത്തിയിട്ട് എന്റെ വെബ് മാസ്റ്റർ ഉണ്ട്, സ്പെയിനിലാണ്. ഞാൻ വിളിച്ചു ചോദിച്ചോ, പറഞ്ഞു, അയ്യോ അച്ഛൻ നോക്കിയാൽ നമ്മുടെ യൂട്യൂബിൽ അതില്ല. അപ്പൊ ആരോ എന്റെ യൂട്യൂബിലെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അവരുടേതിനകത്തിട്ടപ്പോൾ പരസ്യം വന്നാണ്. നമ്മുടെ കേരളത്തിലെ പ്രസിദ്ധനായ ഒരു വചനപ്രഘോഷകന്റെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ കാണുന്നത് ഒരു മ്ലേച്ഛ പരസ്യം കണ്ടുകൊണ്ടാണ്. അപ്പോഴേ ഞാൻ ഓഫ് ചെയ്തു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച കാര്യവും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് കൊള്ളില്ല, അച്ഛൻ ഇങ്ങനെ പരസ്യം ഇടരുത്. അത് അച്ഛൻ തന്നെ അച്ഛന്റെ യൂട്യൂബിൽ ഇട്ടാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഞാൻ വൈദികരായാലും അന്മേനികളായാലും ആരായാലും പറയുന്നു, അതെ, ഈ യൂട്യൂബ് വഴി ഉണ്ടാക്കുന്ന പൈസ നിർത്തണം. പ്രത്യേകിച്ച് വചനത്തിന്റെ വീഡിയോകളിട്ടുള്ള പണം ഉണ്ടാക്കൽ നിർത്തണം. അത് ദുരാഗ്രഹമാണ്. ദുരാഗ്രഹം എന്ന് പറയുന്നത് ധനമോഹം. ധനമോഹം കർത്താവ് ഈശോ പറയുന്നു വിഗ്രഹാരാധനയാണെന്ന്. എഫേസോസ് 5:5 വിഗ്രഹാരാധന തന്നെയായ ധനമോഹം എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അത് പാടില്ല. കർത്താവിന്റെ വചനം സത്യമായിട്ടും നമുക്ക് ഇന്ന് ഇങ്ങനെ പരസ്യങ്ങൾ ഒരുപക്ഷെ വീഡിയോ തുടങ്ങുമ്പോൾ ഇടയ്ക്ക് അവസാനം ഇങ്ങനെ കൂടെ അത് പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പം അത് മാത്രമല്ല, വേറെയുണ്ട് പണം ഉണ്ടാക്കാൻ മാർഗങ്ങൾ. ഉദാഹരണം മറ്റേ യൂട്യൂബ് ഷോപ്പിംഗ്, ചാനൽ മെമ്പർഷിപ്പ്, അത് യൂട്യൂബ് പ്രീമിയം സബ്സ്ക്രൈബേഴ്സ്, ഇങ്ങനെ പോകുന്നു. അതായത് പല സൂപ്പർ ചാറ്റ്, സൂപ്പർ ടോക്ക്, സൂപ്പർ സിംഗിങ്, സൂപ്പർ താങ്ക്സ്, ഇങ്ങനെ പല വിദ്യയുണ്ട് പണം ഉണ്ടാക്കുന്നത്. അതൊന്നും അതിന്റെ കൂടെ പാടില്ല. അതൊക്കെ പണം ഉണ്ടാക്കൂ. പക്ഷെ ദൈവവചനം കൊടുക്കുന്ന യൂട്യൂബിലെ വീഡിയോകൾക്ക് ഇത് പാടില്ല എന്നാണ് ഞാൻ പറയുന്നൊരു കാര്യം. മറ്റേത് മാർഗത്തിലൂടെയും പണം ഉണ്ടാക്കുക. കാരണം കർത്താവിന്റെ വചനം പരിശുദ്ധമായിട്ട് തന്നെ ഹൃദയത്തിലേക്ക് ആത്മാവിൽ പൊതിഞ്ഞ് ചെല്ലേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, പരിശുദ്ധമായ ഷെക്കീന ടെലിവിഷനോ ഷാലോമോ ഗുഡ്നസ് ഒന്നും പരസ്യം മേടിക്കുന്നില്ല. അത് പരസ്യം ഉണ്ടാക്കുകയായിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ അവർക്ക് ഉണ്ടാക്കായിരുന്നു. ഇന്ന് 3 കൂട്ടർക്കും കടത്തേക്കൊന്ന് കുളിക്കുക, കടമാണ്. അതിന് കാരണം പരസ്യം എടുക്കുന്നില്ല. അതിന് കാരണം ഇത് തന്നെയാണ്, ദൈവവചനമാണ് ഈ ചാനലുകൾ പ്രഘോഷിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ യൂട്യൂബും ദൈവവചനം വേണം അത് പ്രഘോഷിക്കുവാൻ എന്ന് അത് താഴ്മയോടെയും സ്നേഹത്തോടെയും ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരികയാണ്. നമ്മൾ കാണുന്നുണ്ട് പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്നത്, അതായത് നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ഉദ്ദേശം എന്ന്. അതായത് അധര ശുശ്രൂഷയിലൂടെ ഉദര ശുശ്രൂഷയായിട്ട് മാറുക. അത് പാടില്ല. നമുക്ക് ദാനമായി കിട്ടി, അത് ദാനമായിട്ട് തന്നെ അത് കൊടുക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 10:8. അതുകൊണ്ടാണ് വളരെ മനോഹരമായിട്ട് അതേപ്പറ്റി 1-ാമത്തെ മാർപ്പാപ്പ ആകുന്ന പത്രോസ് പറഞ്ഞിരിക്കുന്നത്. 1 പത്രോസ് അധ്യായം 4:11 മുതൽ ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ
മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. എന്നിട്ട് പറയുകയാണ്, പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ടെന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. അതെ, അതുപോലെ തന്നെ നമുക്കറിയാം, പണത്തോട് ദുരാശ എല്ലായിടത്തും ഇന്ന് കടന്നുകൂടിയിരിക്കുന്നു. ആ പണം ഒരു പിശാച് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. അവനുണ്ട് പൗലോസ് അപ്പോസ്തലന് തിമോത്തി ചെറുപ്പമായിരുന്നു. അവന് കൊടുക്കുന്ന ഒരു ഉപദേശം നമുക്ക് അത് കാണാൻ സാധിക്കും. അതായത് 6-ാം അധ്യായം 1 തിമോത്തി 6-ാം അധ്യായം 10 നിങ്ങൾക്കറിയാം. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയാക്കിയിട്ടുണ്ട്. അതെ, ഇതൊക്കെ ഓർക്കണമേ. എനിക്കറിയാം, വചനപ്രഘോഷണത്തിലൂടെ തന്നെ പണത്തോട് ദുരാശ വന്ന് പണം സമ്പാദിച്ച് ദൈവകൃപ നഷ്ടപ്പെടുത്തിയവരെ എനിക്കറിയാം. ആത്മഹത്യയിൽ വരെ ചെന്നവരെ എനിക്കറിയാം. പ്രിയ, നിങ്ങൾ ഓർക്കണം, 52 കൊല്ലത്തെ വചന ശുശ്രൂഷയിലൂടെ നടന്നപ്പോൾ പല തരത്തിലുള്ളവരെ കാണാൻ സാധിക്കും. പണം പിശാചാണ്. പണത്തിന്റെ കൂടെ പിശാചുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ വക്രത കാണിച്ച് പണം ഉണ്ടാക്കണം വരും. പക്ഷെ എനിക്ക് മറ്റേത് വിധത്തൊക്കെ അത് പണം ഉണ്ടാക്കിക്കോ, നിങ്ങൾ എങ്ങനെ വേണേലും ഞാനതിനെ ചോദ്യം ചെയ്യാൻ ആരാണ്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധമായ വചനത്തിൽ മായം അത് ചേർക്കരുതേ എന്ന് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഞാൻ പറയുകയാണ്. അത് നിങ്ങളുടെ യൂട്യൂബുകൾ ഒന്ന് പരിശോധിച്ച് നിങ്ങൾ പരസ്യത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നെങ്കിൽ നിർത്തൂ. അത് ദൈവാനുഗ്രഹപ്രദമായി പരിണമിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ശാപമാവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും മാത്രമല്ല, ഒരു കാര്യം, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി കർത്താവ് കാണുന്നുണ്ട്. ഓർക്കണം, വചനം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം പരിശുദ്ധമായ വചനം ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്ന വിത്തുകൾ അവിടെ അത് വളർന്ന് വൃക്ഷമായി ഫലം പുറപ്പെടുവിക്കണം. പണത്തോടുള്ള പിശാച് അവിടെ ഉണ്ടെങ്കിൽ അത് സംഭവിക്കുകയില്ല എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് അത് യൂട്യൂബ് വഴി അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂട്യൂബിലെ നല്ല വചനപ്രഘോഷം വഴിയും ഗാനശുശ്രൂഷ വഴിയും, അതായത് ക്രിസ്തീയ ഗാനശുശ്രൂഷ വഴിയും പണമുണ്ടാക്കരുത്. ആ പണം നിലനിൽക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നത് വേണ്ട എന്ന് ഈ നല്ല പ്രഗത്ഭരായ ഈ 3 നമ്മുടെ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകാർ ചെയ്യുന്ന പോലെ ചെയ്യുക. അത് അവർക്കും വേണമെങ്കിൽ ധേറി പണി സമ്പാദിക്കാവുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിഷയം, നിങ്ങൾ ചില ധ്യാനാശ്രമത്തിൽപ്പെട്ടവരായിരിക്കാം, ചില സന്യാസഭയിലെ ആളുകളായിരിക്കാം. ആ പണം ഒരു വിഷയങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ഉപയോഗിക്കുന്നത്. പക്ഷേ അത് നിങ്ങളുടെ പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കുക ഇല്ല. ദൈവത്തിന്റെ വചനം പരിശുദ്ധമായ പരിശുദ്ധാത്മാവിന്റെ പാലിൽ പൊതിഞ്ഞ് മനുഷ്യഹൃദയങ്ങളിലേക്ക് ചെല്ലുവാൻ ഇടയാകട്ടെ. ഞാൻ ധ്യാനഗുരുക്കന്മാരോടും പ്രത്യേകിച്ച് വീഡിയോ ക്ലിപ്പുകൾ ഇടുന്നവരോട്, അതുപോലെ യൂട്യൂബ് നടത്തുന്നവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു, ആരും വേദനിക്കരുത്. അത് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായിട്ടും വചനം പ്രഘോഷിക്കുന്നവരുടെ അധ്വാനത്തിന്റെ ഫലം അവർ തരണം. പ്രസംഗിക്കാൻ പോയാൽ, അല്ലെങ്കിൽ കൺവെൻഷന് പോയാൽ നിങ്ങൾക്ക് വണ്ടിക്കൂലിയുണ്ട്, പെട്രോൾ ചെലവുണ്ട്, ആഹാര ചെലവുണ്ട്. നിങ്ങൾക്ക് കുടുംബമുള്ളവരാണെങ്കിൽ കുടുംബത്തിനെ സഹായിക്കണം, കുഴപ്പമില്ല. ഞാൻ ഈ പറയുന്ന പ്രത്യേകിച്ച് യൂട്യൂബിലൂടെ ചെയ്യുന്ന മോണിറ്റൈസേഷൻ, അതായത് യൂട്യൂബിലൂടെ ഉണ്ടാക്കുന്ന പണത്തെപ്പറ്റി, വചന ശുശ്രൂഷയിലൂടെ, നേരിട്ടുള്ള വചന ശുശ്രൂഷയിലൂടെ ചെയ്യുന്ന അശുദ്ധിയെപ്പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. ദുരാശയെപ്പറ്റിയാണ് സംസാരിച്ചത്. ആരെങ്കിലും വേദന ഉണ്ടായെങ്കിൽ ക്ഷമിക്കണം. തിരുത്താനുള്ളവർ തിരുത്തണം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവെ നന്ദി. യേശുവെ സ്തോത്രം. ആമേൻ.